ജനസാഗരങ്ങളെ സാക്ഷിയാക്കി തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മോനാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. തുടർന്ന് കൊടിയേറ്റ് സദ്യയും ഉണ്ടായിരുന്നു. പൂരുരുട്ടാതി ഉത്സവമായ ജനുവരി 31 രാവിലെ 8 ശ്രീബലി, 10:30 പകൽ കഥകളി, 12 ഉച്ചപൂജ, 1 പ്രസാദമൂട്ട്, വൈകിട്ട് 5 കാഴ്ച ശ്രീബലി, രാത്രി 8 ദീപാരാധന, നിറമാല, തുടർന്ന് ഗാനാഞ്ജലി, 11 വിളക്ക് എന്നിവ നടക്കും. ഉത്രട്ടാതി ഉത്സവമായ ഫെബ്രുവരി 1 രാവിലെ 9 ശ്രീബലി, ഉച്ചയ്ക്ക് 12 ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് 5 കാഴ്ച ശ്രീബലി, രാത്രി 8 ദീപാരാധന, നിറമാല, വെടിക്കെട്ട്, ശാസ്താപ്രീതി, നാടകം എന്നിവ നടക്കും. ഫെബ്രുവരി 2 രേവതി വലിയ വിളക്ക് മഹോത്സവം. രാവിലെ 7 ഉഷപൂജ, തുടർന്ന് ഭാഗവത പാരായണം, 8:30 ശ്രീബലി, മേജർ ചെണ്ടമേളം, ഉച്ചയ്ക്ക് 12:30 ഉച്ചപൂജ, തുടർന്ന് പ്രസാദമൂട്ട്, വൈകിട്ട് 5 കാഴ്ച ശ്രീബലി, ദീപക്കാഴ്ച, മേജർ പഞ്ചാരിമേളം, സിനിമാ കച്ചേരി എന്നിവ നടക്കും. അശ്വതി ആറാട്ട് മഹോത്സവമായ ഫെബ്രുവരി 3 രാവിലെ 8:30 ആറാട്ടിന് എഴുന്നള്ളിപ്പ്, 9:30 ഭക്തിഗാനാമൃതം, 11:30 ആറാട്ട് വരവ്, ഉച്ചയ്ക്ക് 12 ശാസ്താപ്രീതി, 12:30 ഉച്ചപൂജ, പ്രസാദമൂട്ട്, വൈകിട്ട് 5 കാഴ്ച ശ്രീബലി, 6 മുതൽ പ്രസിദ്ധമായ വലിവിളക്ക് വഴിപാട് എന്നിവ നടക്കും. ഫെബ്രുവരി 4 രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ചരിത്രപ്രസിദ്ധമായ മകരഭരണി ദർശനം നടക്കും. ആയിരക്കണക്കിന് ഭക്തരാണ് കൊടിയേറ്റ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ഷേത്രം തന്ത്രി ഗോവിന്ദൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഭക്തസാന്ദ്രമായ ജനലക്ഷങ്ങൾ പങ്കെടുത്ത കൊടിയേറ്റുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. തിരുവുത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ തിരുവുത്സവം വളരെ ഗംഭീരമായി ചടങ്ങുകളോട് നടത്തുവാൻ ദേവസ്വം എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടി നടത്തിയിരിക്കുകയാണ്. തിരുവുത്സവത്തിൻ്റെ പ്രത്യേകത എന്നാൽ അശ്വതി നാളിൽ നടക്കുന്ന വലിയ വിളക്ക് ആണ്. ആസ്മാ രോഗത്തിന് വേണ്ടി, നിവാരണത്തിന് വേണ്ടി നാനാ മതസ്ഥർ, നാനാ ദേശങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു വലിയൊരു ചടങ്ങാണ് വലിയ വിളക്ക്. അത് ദേവസ്വം പ്രസിഡന്റ് 7 മണിയോടുകൂടി ഭദ്രയോഗം പകർന്ന് ആ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഈ ഉത്സവം ഭംഗിയാക്കണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 3-ാം തീയതി നടക്കുന്ന അശ്വതി മഹോത്സവം, 4-ാം തീയതി നടക്കുന്ന ഭരണി മഹോത്സവം, ഭഗവതിയെ ദർശിക്കുവാനായി ഭക്തരുടെ മുമ്പിലേക്ക് കൊടിമരത്തിൻ്റെ ആ സോപാനത്തിലേക്ക് എഴുന്നള്ളി ഭക്തരെ ദർശിക്കുവാനായിട്ട് എന്നുള്ളതാണ്. എല്ലാ ഭക്തരും നേരിൽ കണ്ട് അവരവരുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഭഗവതിയുടെ പാദങ്ങളിൽ വീണ് ആ ഭഗവത് ചൈതന്യം ദർശിച്ചുകൊണ്ട് ാനുള്ള സൗകര്യം ദേവസ്വം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ പ്രധാന ദിവസമായ ഭരണി ദർശന നാളിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവം വളരെ പ്രസിദ്ധിയാർജിച്ച ഒന്നാണ്. കേരളത്തിലെ പ്രഗത്ഭരും പ്രസിദ്ധരുമായിട്ടുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 6 മുതൽ വൈകിട്ട് 8 മണി വരെ തുടർച്ചയായിട്ടുള്ള സംഗീത ആരാധന ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അത് തിരുവുത്സവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്.